എല്ലാവരും സമൃദ്ധിയിൽ നിന്നിട്ടു. From their abundance they offered to the Lord. ആമേൻ. സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദാരിദ്ര്യത്തിൽ കിടന്നവളോ, അവളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. യേശു കർത്താവ് പറയുക, അവൾക്ക് ഉപജീവനത്തിനുള്ളത്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, തനിക്കുള്ളതൊക്കെ. കർത്താവ് ഒന്നുകൂടെ കയറ്റി പറയുകയാ, ഉപജീവനം മുഴുവനും. ആമേ സ്തോത്രം. ഒന്നും ശേഷിച്ചില്ല പ്രിയപ്പെട്ടവരെ, എല്ലാം ഇട്ടു. ആമേ സ്തോത്രം. എന്നിട്ടൊരു പേര് കൊടുത്തു, ദരിദ്രയായ സഹോദരി. ഓ വിധവ, ആരുമില്ല അവളെ കരുതുവാൻ, ആരുമില്ല അവൾക്ക് താങ്ങായി നിൽപ്പാൻ. ആമേ സ്തോത്രം. തനിക്കുള്ളതെല്ലാം ഇട്ടു. ആമേ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ നിലയിൽ കൊടുപ്പാനിടയാകട്ടെ, ഉള്ളത് മുഴുവനും. ആമേൻ. 1 ലക്ഷം ആമേൻ ഹല്ലേലൂയ ശമ്പളം മേടിക്കുന്നവർക്ക്, എങ്കിൽ 10 ലക്ഷം ശമ്പളം മേടിക്കുന്നവർക്ക് ആമേൻ 100 രൂപ കൊടുക്കാൻ എളുപ്പമാ. എന്നാൽ ഒരു ചെറിയ എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിലോ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സഹോദരിയോട് ചോദിക്കേ, അവൾ പറയും, ആമേൻ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവനെ, എൻ്റെ ഹൃദയത്തിനകത്ത്, ആ സഹോദരി പറയും, എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വാക്യം കിടപ്പുണ്ട്. ചോദിക്കാം, ഏത് സഹോദരി, ഏതാ വാക്യം? അവൾ പറയും 2 കൊരിന്ത്യർ 5:7 എന്ന് വായിച്ചേൻ. എന്താണ്? കാഴ്ചയാലല്ലെന്ന്, ആമേൻ, വിശ്വാസത്താൽ ഞാൻ നടക്കുമെന്നുള്ള വാക്യം അവൾ വിളിച്ചു പറയും. ആമേൻ സ്തോത്രം. ആമേൻ. കാഴ്ചയല്ല, ഞാൻ വിശ്വാസത്താൽ നടക്കുന്നവളാ കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി കൊടുപ്പാൻ, ആമേൻ, അവന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുവാൻ, ആമേൻ, എനിക്കൊരു മടിയുമില്ലെന്ന്. വായിച്ചേ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട്, അല്ലേ? അങ്ങനെയല്ലേ വായിച്ചേ? ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോടൊപ്പം ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. കാരണം എന്നറിയാമോ? കാഴ്ചയല്ല, ഈ കാണുന്നതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം കേട്ടോ. എത്ര ഡെപ്പോസിറ്റ് ഉണ്ട് ഇനി. ആമേൻ. ഞാൻ ദൈവസ്ഥലിൽ കടന്നു വരുന്ന ഈ സഹോദരി പറയും, ഞാൻ കാഴ്ചയാലൊന്നല്ല പാസ്റ്ററെ കടന്നു വന്നത്. ആമേൻ സ്തോത്രം. നമ്മുടെ മധ്യ ആ നിലവിലുള്ള സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് പൊട്ടി പുറപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ സ്തോത്രം. അടുത്തിരിക്കുന്ന ആളുടെ കുറ്റമോ കുറവോ ബലഹീനതയൊന്നുമല്ല കണ്ടിട്ടല്ലെന്ന് ഞാൻ നാലത്തിൽ വന്നതെന്ന്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ബലഹീനത അളക്കാനോ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അതിന് സ്കെയിൽ വെച്ച് ആമേൻ റൂട്ട് പിടിക്കാനോ ഒന്നുമല്ലെന്ന് ആമേൻ ഈ പകൽ ഞാൻ കടന്നു വന്നത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് നാഥനെ കാണണമെന്ന്. കാരണം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട് കേട്ടോ, അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവൻ. അവനെ മറച്ചു വെച്ച് എനിക്ക് ഒന്നും കഴിയാൻ കഴിയുകയില്ല. അവന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി കുഞ്ഞെ തുറന്നു കിടക്കുക കേട്ടോ. നിന്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്നത്, ആമേൻ, നിന്റെ മനസ്സിൽ വരുന്നത്, നിന്റെ മനസാക്ഷി പറയുന്നത്, സകലതും വിവേചിക്കുന്ന, അറിയും